രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലമായ പാലക്കാട് എത്തിയിരിക്കുകയാണ്. വിവാദങ്ങളെ തുടർന്ന് 38 ദിവസത്തിന് ശേഷമാണ് രാഹുൽ തന്റെ മണ്ഡലത്തിൽ എത്തുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് വന്നത്. വിശദാംശങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, 38 ദിവസങ്ങൾക്ക് ശേഷമാണ്, ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് രാഹുൽ തന്റെ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇനി ഓഫീസിലേക്ക് വന്നാൽ അത് തടയുമെന്നാണ് BJP പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, 38 ദിവസങ്ങൾക്ക് ശേഷം ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട പരാതികൾക്കും കേസുമൊക്കെ ആയതിനു ശേഷം, വിവാദങ്ങൾക്ക് ശേഷം 38 ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ തന്റെ സ്വന്തം മണ്ഡലമായ പാലക്കാട്ട് എത്തിയത്. അതുവരെയും രാഹുൽ പൊതുപരിപാടികളിലോ മറ്റു പരിപാടികളോ ഒന്നും തന്നെ പങ്കെടുക്കാതെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ സ്വവസതിയിൽ തന്നെയായിരുന്നു രാഹുൽ. നേരത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ വന്നപ്പോൾ പാലക്കാട് തന്നെ സജീവമാകുമെന്ന്, ഇനി വീട്ടിനുള്ളിൽ അടങ്ങിയിരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലൊക്കെ സൂചനകൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകിയിരുന്നു. പക്ഷേ വീണ്ടും അത് ശനിയാഴ്ചയോടുകൂടി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് ഇന്ന് ബുധനാഴ്ചയാണ് പാലക്കാട് എത്തിയിരിക്കുന്നത്. ഒരു പ്രാദേശിക നേതാക്കളെ കാണുക, പ്രാദേശിക നേതാക്കളുടെ വീട്ടിൽ സന്ദർശനം നടത്തുക, അത് മാത്രമാണ് ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിന്റെ പാലക്കാട്ടുള്ള സന്ദർശനത്തിലുള്ളത്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഇന്ന് അവിടെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ എത്തിയത്. അതോടൊപ്പം തന്നെയും മറ്റ് നേതാക്കളുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുക, അതാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെയും രാഹുലിനെ തടയാനായി, അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് BJPയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ രംഗത്തുണ്ട്. ഇപ്പോൾ രാഹുൽ MLA ഓഫീസിൽ എന്തായാലും രാഹുൽ ഇന്ന് കയറുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം MLA ഓഫീസിൽ കയറുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ അവിടെ പ്രശ്നം സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJP പ്രവർത്തകർ കഴിഞ്ഞ ശനിയാഴ്ച എത്തുമെന്ന പ്രതീക്ഷയിൽ ശനിയാഴ്ച തന്നെ അവിടെ MLA ഓഫീസിന് മുന്നിൽ നിൽക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും അവിടെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഓഫീസ് പുറത്ത് താഴ്ത്തു പൂട്ടാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ രീതിയിൽ പോലീസ് അവിടെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് MLA ഓഫീസിനുള്ളിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ രാഹുലിനെ തടയാനായി ഇപ്പോഴും പ്രവർത്തകർ അവിടെ സജ്ജമായിട്ടുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കി കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ MLA ഓഫീസിന് മുന്നിലുണ്ട്. കാരണം BJP തടയാൻ വയ്യാതെ നേരിടാൻ തയ്യാറായെന്ന് കോൺഗ്രസ്. അപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ അനുയായികളുടെ തന്നെ പിന്തുണയോടുകൂടി തന്നെയാണ് രാഹുൽ ഇന്നിപ്പോ മണ്ഡലത്തിലെത്തിയിരിക്കുന്നത്. അതേസമയം സസ്പെൻഷൻ ഉള്ളതിനാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട യാതൊരു പരിപാടിയിലും രാഹുലിന് പങ്കെടുക്കാൻ സാധ്യമല്ല. പക്ഷേ പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ ഭവന സന്ദർശനം നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ക്ലബ്ബുകൾ മറ്റ് സാംസ്കാരിക പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുക, അങ്ങനെ സജീവമായി മണ്ഡലത്തിൽ നിൽക്കുക. അതിനുശേഷം ഈ സസ്പെൻഷൻ തീരുന്ന മുറയ്ക്ക് പിന്നീട് സജീവമാകാമെന്ന രീതിയിലാണ്. പക്ഷേ വീടിനുള്ളിൽ ഇനിയും ഇപ്പോൾ തന്നെ 38 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വീടിനുള്ളിൽ ഇനിയും നിൽക്കുകയാണെങ്കിൽ ഇത് തനിക്ക് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വിധേയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്, രാഹുലിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസത്തിന് ശേഷം മണ്ഡലത്തിലെത്താൻ ശ്രമിക്കുന്നത്. അതേസമയം MLA ഓഫീസിന് ചുറ്റും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രശ്നം വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയില്ല. കാരണം ഇപ്പോൾ തന്നെ രാഹുൽ പാലക്കാട് എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെയും BJP പ്രവർത്തകർ തടയാനായി തയ്യാറെടുത്തിരിക്കുകയാണ്. BJP പ്രവർത്തകരാണ് ഏറ്റവും ശക്തമായി തന്നെ രാഹുലിനെ തടയാൻ തയ്യാറായി നിൽക്കുന്നത്. അതോടൊപ്പം ഡിവൈഎഫ്ഐയും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതേസമയം ഈ പ്രാദേശിക നേതാക്കളുടെ വീട്ടിൽ പോകുമ്പോൾ അത് തടയില്ല. പക്ഷെ MLA ഓഫീസിൽ വരികയോ ഔദ്യോഗികമായ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാകും BJPയും ഡിവൈഎഫ്ഐയും നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പോലീസിന്റെ ഒരു സുരക്ഷാ വലയത്തിലാണ് MLA ഓഫീസ്. ശരി അൻഫിൽഡ്, 38 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. പതിയെ സജീവമാകാൻ രാഹുൽ മങ്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ അതിനെ തടയാനായി BJPയും രംഗത്തുണ്ട്.